വെൽക്കം ബാക്ക്. എന്താ പറയുക, ഇന്നത്തെ വ്ളോഗിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇൻഷാ അല്ലാ നമ്മൾ നാട്ടിലേക്ക് പോവല്ലേ, അപ്പം ഇങ്ങനത്തെ ഒരു വ്ളോഗ് ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ ഞങ്ങൾ ഉമ്മൽക്കുവേൻ്റെ റൂം ഇതൊക്കെ വിട്ട് നമ്മൾ ഒഴിവാക്കി പോവുകയാണല്ലോ. അപ്പോൾ ഭയങ്കര ഒരു ഫീൽ ഈ ഒരു വ്ളോഗ് എനിക്ക് എന്താ പറയുക, പറയുമ്പോൾ എനിക്കും സങ്കടമാവുന്നുണ്ട് വ്ളോഗിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ റൂമിലും കാര്യങ്ങളൊക്കെ കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് പറഞ്ഞയച്ചിട്ടുണ്ട്, കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്ളോഗിൽ കാണുന്ന ഒന്നും ഇനി ഉണ്ടാവില്ല എന്ന് ഇങ്ങനെ വിചാരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ കേട്ടോ. നമ്മുടെ ഉമ്മൽക്കുവനിലെ പുറത്തുള്ള കാഴ്ചകളും ഒക്കെ മിസ്സാവും. എനിക്ക് മിസ്സാവും, നിങ്ങൾക്ക് മിസ്സാവും എന്ന് എനിക്കറിയില്ല. വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയോ? വേണ്ട വേണ്ട എടുക്കണ്ട. ഇതുവരേക്ക് റൂയി പറയില്ലായിരുന്നു വീഡിയോ എടുക്കണ്ടെന്ന്. ഇപ്പൊ റൂയി മോളും പറയാൻ തുടങ്ങി. ആയിക്കോട്ടെ, ആരും വീഡിയോ നിൽക്കണ്ട കേട്ടോ, അമ്മ മാത്രം നിന്നോളാം. ഓക്കെ ഓക്കെ, ബൈ ബൈ. ഇനി നമുക്ക് കുറച്ച് പാക്കിംഗ് വിശേഷങ്ങൾ കാണാം. ഈ ഇറക്കുന്ന കാറുണ്ടല്ലോ, അത് റോസുൻ്റെ കാറാണ് കേട്ടോ. ഒരു 2-3 ദിവസം മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ. വലിയ കാര്യത്തിൽ വാങ്ങിച്ചതാണ്, പക്ഷെ നമുക്കിവിടെ അകത്ത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം അവൾ ഓടിച്ചിട്ടില്ല. അങ്ങനെ വാർഡ്രോബിന് മേലെ കയറ്റിയതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്താ പറയുക, ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. 2-3 മാസം മുമ്പ് പാക്ക് ചെയ്തതാണ്. ആവശ്യമില്ലാത്തതൊക്കെ കേട്ടോ, ആവശ്യമില്ലാത്തല്ല, നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതൊക്കെ ഇപ്പം ഒന്ന് ഇറക്കി. മക്കളൊക്കെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പം കാറ് റൂഹിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എടുത്തു കൊടുക്കാൻ. ഇതൊക്കെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഒക്കെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സ്പേസും കൂടി ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഫ്രോസൺ പൊറോട്ടയും ചായയായിരുന്നു കേട്ടോ. മക്കൾ പിന്നെ ഫ്രോസൺ പൊറോട്ട അങ്ങോട്ട് വലിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും ഇപ്പം ഭയങ്കര കാര്യമായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ ശരിയാവില്ലല്ലോ. കാരണം നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഈവനിങ് സ്നാക്കും ഇതൊക്കെ കഴിക്കാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനോ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ പണികളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക, അത് ഇവിടെ നടക്കില്ല, എല്ലാവർക്കും കാര്യമായിട്ട് വേണം. അപ്പോൾ ഇന്നെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഉച്ചയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ടല്ല, കുഴപ്പമില്ലാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓരോ പണികൾ ഓരോരുത്തരെ ഏൽപ്പിക്കുമായിരുന്നു. ഞാൻ കുറച്ച് മാത്രമൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറേയൊക്കെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നാൽ ഒരു പണി നടക്കുന്നില്ല. പിന്നെ മാലി എല്ലാ ദിവസവും വന്നിട്ട് എന്താ പണിയെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കാണെങ്കിലൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള സമയമില്ല. ഞാൻ വ്ളോഗ് എടുക്കാൻ പോവുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, അതിനുള്ള സമയമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉച്ചത്തേക്ക് ബിരിയാണി ഉണ്ട്. എന്താ പറയുക, ബിരിയാണി തലേ ദിവസത്തെ ബിരിയാണി കേട്ടോ. പിന്നെ ഇക്കാക്ക് കോളിഫ്ലവർ ഫ്രൈ ആക്കിയതും വെണ്ടക്ക കറിയും ചോറൊക്കെ മാലി ഉണ്ടാക്കി. മുരിങ്ങൻ്റെ ഇല കറി, മുരിങ്ങൻ്റെ ഇല മാലി വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചത്തേക്കുള്ള ഫുഡ്. ഞങ്ങൾക്ക് ബിരിയാണി. ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പണികളൊന്നും നടക്കില്ല. അപ്പോൾ മാലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറേ ഡ്രസ്സ് അവിടെ മടക്കുന്നുണ്ട് മാലി. ഇതൊക്കെ അവിടെ പരന്ന് കിടക്കുക. നമുക്കതിൻ്റെ ഇടയിൽ കൂടി നടക്കാനുള്ള സ്പേസ് ഇല്ല. ഇങ്ങനെ തന്നെ ആയിരിക്കും നാട്ടിലേക്ക് ഇങ്ങനെ ഒഴിവാക്കി പോകുന്നവരുടെയൊക്കെ സ്ഥിതി എന്ന് വിചാരിക്കണു. പിന്നെന്താ, എങ്ങനെ എടുത്തു വെച്ചിട്ടും ഒന്നും തീരുന്നില്ല. എന്തൊക്കെ വേണ്ട ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം കാർഗോക്ക് അയക്കുന്ന സാധനങ്ങൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എല്ലാം കൂടി കിട്ടിയിട്ട് അവിടെ ഇപ്പോൾ എന്താ കാട്ടാനാ. പിന്നെ നമുക്ക് കയ്യിൽ കൊണ്ടുപോകാൻ ആവശ്യമുള്ള സാധനങ്ങൾ വേണം, പിന്നെ ഒഴിവാക്കുന്ന സാധനങ്ങൾ വേണം. അങ്ങനെ എല്ലാം കൂടി ഡിവൈഡ് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ മോന് ആ സമയത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരോടും എൻ്റെ കസിൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാമെന്നൊക്കെ. എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് വരണ്ടെന്നാണ്. കാരണം ഇവിടെ മൊത്തം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ആരെങ്കിലും വന്നാൽ നമ്മളെ പണികളൊന്നും നടക്കില്ല. അപ്പോൾ എല്ലാവരോടും വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ പിന്നെ പറയാണ്ട് വന്നാട്ടോ. റോയിമോൾ ഡോണറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് കൊടുക്കണം, കാണണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ തന്നെ പോയി. ഒരു 5 മിനിറ്റൊക്കെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇരിക്കാനും സ്പേസ് ഇല്ല, മൊത്തം സാധനങ്ങളല്ലേ അങ്ങനെ. പിന്നെന്താ, ശരിക്കും യാത്ര പറച്ചിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് യാത്ര പറയാൻ വേണ്ടിയിട്ട് ആരും
വരരുതെന്ന് തന്നെ ഞാൻ പറയാം. ആരോടും യാത്ര പറയാനൊന്നും വന്നിട്ടില്ല. എനിക്ക് നാട്ടിലേക്ക് ഇങ്ങനെയൊക്കെ ഒഴിവാക്കി പോകുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ഫീലിങ്സിൽ നിൽക്കുമ്പോൾ യാത്ര പറയലും കൂടി ആകുമ്പോൾ ഭയങ്കര ഫീലാണ്. അത് അങ്ങനത്തെ സിറ്റുവേഷൻ അനുഭവിച്ചെനിക്ക് മനസ്സിലാവുന്നുണ്ടാവുള്ളൂ. ഞാൻ മുമ്പ് ഇതേപോലെ ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കി പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിച്ച് വന്നു. അല്ലെങ്കിൽ ആ സമയത്ത് കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ നിങ്ങൾ അങ്ങനെ പറയരുത്. ഇത് കേൾക്കുമ്പോൾ ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നൊന്നും പറയരുത്. നമുക്ക് നാട്ടിൽ സെറ്റിലാവണം. ഏതായാലും പോവുകയല്ലേ. ഇനിയിപ്പോൾ തിരിച്ച് ഇതേപോലെ വരാമെന്ന് പറയുമ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമില്ല. പ്രത്യേകിച്ച് മക്കളെയും കൊണ്ട് സ്കൂൾ മാറ്റലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ റൂഹിമോളെ സ്ലൈഡ് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അത് അധികം വെയിറ്റൊന്നുമില്ല. പിന്നെ കാർഗോ വയ്ക്കുന്നതിൽ വെച്ച് കൊടുക്കാമല്ലോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ഇതുപോലത്തെ പണികളൊക്കെ റോസിന് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഭയങ്കര കാര്യമായിട്ട് അവളത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. 3 വ്ളോഗൊക്കെ ചെയ്യേണ്ടായിരുന്നു. അതിൽ ഒരു വ്ളോഗ് ഞാനിപ്പോൾ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും കേട്ടോ. ഇത് പ്രൊമോഷണൽ വീഡിയോ തന്നെയാണ്. പക്ഷേ ഈ വീഡിയോ മിസ്സാക്കാണ്ട് കാണാം. ഞാനിപ്പോൾ പോകുന്നത് അൽത്തലയിലുള്ള അജ്മാൻ അൽത്തലയിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്താണ്. അവിടേക്കല്ല കേട്ടോ പോകുന്നത്. അതിൻ്റെ അകത്ത് റോഷൻ ഒപ്റ്റിക്കൽസിൻ്റെ അകത്തോട്ടോ കേട്ടോ. ഹിജാബ് കളക്ഷൻസ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഗ്ലാസസ് കളക്ഷൻസാണ് കൂടുതലിഷ്ടം. അതുപോലെ സൺഗ്ലാസിൻ്റെ കളക്ഷൻസൊക്കെയാണ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് പവറുള്ള സൺഗ്ലാസ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് പവറുള്ള ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഈ മൈഗ്രെയിൻ ഉള്ളവർ ശരിക്കും വരാണെങ്കിൽ നിർബന്ധമായിട്ടും സൺഗ്ലാസ് യൂസ് ചെയ്യണം. അതിനിപ്പം ആരൊക്കെ മോശം പറയുമോ അല്ലെങ്കിൽ നാണക്കേട് വിചാരിച്ചിട്ടും കാര്യമില്ല. മൈഗ്രെയിൻ ഉള്ളവർ നിർബന്ധമായിട്ടും രാവിലെ ഒരു 8 മണിക്ക് ശേഷം നിർബന്ധമായിട്ടും നിങ്ങൾ ഗ്ലാസസ് യൂസ് ചെയ്യുക, സൺഗ്ലാസസ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി നല്ല ഓഫേഴ്സ് ഉണ്ട്. ആരും ഇതുവരെ കൊടുക്കാത്ത അടിപൊളി ഓഫേഴ്സാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഓഫേഴ്സും കാര്യങ്ങളും പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ കളക്ഷൻസ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അടിപൊളി കളക്ഷൻസ് ആട്ടോ. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ഫ്രെയിംസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രെയിം ആണെങ്കിലും സൺഗ്ലാസസ് ആണെങ്കിലും എല്ലാം ബ്രാൻഡഡ് സൺഗ്ലാസസും അവൈലബിൾ ആണ്. ഈവൻ ബ്രാൻഡ്സിന് വരെ നിങ്ങൾക്ക് നല്ല ഓഫറിലാണ് കിട്ടാൻ പോകുന്നത്. ഇവർക്ക് 7 ഔട്ട്ലെറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഓഫേഴ്സിലാണ് ഇവർ ഓരോ ഗ്ലാസസും ഓരോ ബ്രാൻഡ്സും നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഫ്രെയിംസ് അതുപോലെ ലെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്നായിരിക്കും കൊണ്ടുവരിക. ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ഇപ്പം നാട്ടിലേക്കാളും നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട്. കൂടാണ്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ഭയങ്കര ഓഫറിൽ കിട്ടുവാണെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാ നാട്ടിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യം. അപ്പോൾ നല്ല അടിപൊളി സൺഗ്ലാസസ് ഉണ്ട് കേട്ടോ. ഈ സൺഗ്ലാസസിൻ്റെ ഓഫർ നിങ്ങൾ മിസ്സാക്കരുത്. എന്തായാലും ഓഫേഴ്സൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ഗ്ലാസസ് നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി ഓപ്ഷനിലും എടുക്കാൻ പറ്റും. അതായത് ഐ ടെസ്റ്റ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് പവർ പറഞ്ഞു കൊടുത്തിട്ട് ഓൺലൈനായിട്ടും ഡെലിവറി ചെയ്യും. എബോവ് 200 ദിർഹംസിൻ്റെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഹോം ഡെലിവറി ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ടാബി ഫെസിലിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറേ നാളായി കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഏതായാലും വന്നല്ലേ, ഇവിടെ ഐ ടെസ്റ്റിൻ്റെ റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോഴാണ് മനസ്സിലായത് കണ്ണിൻ്റെ കാഴ്ച ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതായത് പവർ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൺഗ്ലാസ് ഒന്ന് പവറുള്ളത് റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഡെലിവറിയൊക്കെ ആവും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ 200 ദിർഹംസിൻ്റെ പർച്ചേസിന് എബോവ് 200 ദിർഹംസിൻ്റെ പർച്ചേസിന് ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. ഇത് ഏതാ ബ്രാൻഡ്? ഇത് നമ്മള് 90 സ്ട്രീറ്റ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ബിൽറ്റി അങ്ങനെയുള്ള 2 സൺഗ്ലാസ് ആണ്. നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാല് 200 ദിർഹംസ് ആണ്. ഇപ്പൊ നമ്മള് സ്പെഷ്യൽ ആയിട്ട് പ്രൊമോഷൻ ഉണ്ട്. 2 പീസ് നമ്മൾ കൊടുക്കുന്നത് 59 ദിർഹംസിനാണ്. ഇതിൽ ഏതെടുത്താലും 2 എണ്ണം 59 ദിർഹംസിനാണ് കിട്ടാൻ പോകുന്നത്. പവറുള്ള സൺഗ്ലാസ് യൂസ് ചെയ്യുന്നവർക്ക് നല്ല അടിപൊളി ഓഫറാണ്. എല്ലാത്തവർക്കും ഓഫർ തന്നെയാണ്. ഇതില് പവറും വെക്കാൻ പറ്റും, പവറും ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഐ ടെസ്റ്റിനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. ഡെസ്പാഡ് അല്ലേ? ഡെസ്പാഡ്. ഇത് നമുക്ക് പ്രൈസ് വരുന്നത് 349 ദിർഹംസ് ആണ്. ഇത് നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ എന്നുള്ള ഒരു പ്രൊമോഷൻ ആണ് ഇപ്പോ കമ്പനി നമുക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഓൾമോസ്റ്റ് ലേഡീസ് ആണ്. ലേഡീസിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ആണ്. ഒരുപാട് ന്യൂ വെറൈറ്റീസ് ആണ് വരുന്നത്. ഇതിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അല്ലേ? അതെ. ഇത് നല്ല കോസ്റ്റ്ലി ആണ്. പക്ഷെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട്. ഒരെണ്ണം എടുത്താലും ഒരെണ്ണം ഫ്രീ. ഇതിൽ ഏതെടുത്താലും ലേഡീസ് ആണ് കൂടുതലും ഇട്ടത്. പിന്നെ ഈ കാണുന്നത് മൊത്തം ബ്രാൻഡഡ് സൺഗ്ലാസുകളാണ്. അപ്പൊ അതിൽ ഏതെടുത്താലും 55% ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് 55% കുറവായിരിക്കും അല്ലെ? 55% നമ്മള് MRP നമ്മള് താഴോട്ട് നമ്മള് ഡിസ്കൗണ്ട് ആക്കിയിട്ട് ചെയ്തു. ഏത് സൺഗ്ലാസ്, ഏത് ബ്രാൻഡ് സൺഗ്ലാസ്? ഇതിപ്പോ നേരത്തെ കാണിച്ച സൺഗ്ലാസിന്റെ ബ്രാൻഡ് തന്നെയാണ്, ഡെസ്പാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. അതില് നോർമൽ ഗ്ലാസ്, ഫ്രെയിമും ഗ്ലാസ് ഒക്കെയാണ്. അപ്പൊ ഇതിന് നല്ല കോസ്റ്റ്ലി ആണ്. 449 ഒക്കെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പക്ഷെ
ഇപ്പം എന്താ ഓഫർ ആയിട്ട് കൊടുക്കാൻ ഇത് നമ്മളിപ്പോ കൊടുക്കുന്നത് 50% ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. കൂടാതെ കസ്റ്റമർ ഇപ്പൊ വീഡിയോ കണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ലെൻസ് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ വീഡിയോ കണ്ടു വരുന്നവർ പ്രത്യേകം പറയാം, ഇവിടെ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലെൻസ് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും അല്ലേ? അതെ അതെ അതെ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ ചെയ്യാൻ പറ്റുന്ന കണ്ണടകളാണ്. ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ വിത്ത് ലെൻസ് അടക്കം അത് നമ്മള് ബ്ലൂറേ നമ്മള് കമ്പ്യൂട്ടർ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന ലെൻസ് അടക്കം നമ്മള് 59 ദിർഹംസിനാണ് ഇപ്പൊ നമ്മൾ പ്രൊമോഷൻ ഏതെടുത്താലും ഫ്രെയിം പ്ലസ് ലെൻസ് എല്ലാം കൂടി 59 ദിർഹംസ്. ഭയങ്കര ഓഫർ ആട്ടോ. നല്ല രസമുള്ള ഫ്രെയിമുകളുണ്ട്, എല്ലാ കളക്ഷനും ഉണ്ട്. പ്ലാസ്റ്റിക്, മെറ്റല്, ക്ലാസിക് ടൈപ്പ് എല്ലാ മോഡലും വരുന്നുണ്ട് ഇതിൽ. ഈ ഫ്രെയിമുകൾ എല്ലാതും 299 ആണ് വരുന്നത്. അപ്പം ഇപ്പൊ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് 50% ഓഫിലാണ് ഈ നല്ല അടിപൊളി ബ്രാൻഡ്. നല്ല ക്ലാസിക് ടൈപ്പ് ആണ്. ഇപ്പൊ മെറ്റലിൽ വരുന്നുണ്ട്, പിന്നെ ട്രാൻസ്പെറന്റ്. ഇപ്പൊ ഓൾമോസ്റ്റ് കസ്റ്റമർ ഇതെല്ലാം നിങ്ങൾ 50% അതായത് പകുതി പ്രൈസിൽ. 299 ആണ്, പകുതി പ്രൈസിലാണ്. പകുതി പ്രൈസിന്. പിന്നെ ഇതിന് ലെൻസ് ഇടുന്നാണെങ്കിൽ നമുക്ക് ചെറിയ പ്രൈസിനാണ് നമ്മളിത് ചെയ്തു കൊടുക്കും. ഓക്കെ ഓക്കെ. ഓൾമോസ്റ്റ് ഈ 2 സെക്ഷന് ഇതെല്ലാം ഇനി അടുത്തത് ബ്രാൻഡഡ് ഫ്രെയിംസിന്റെ ഓഫേഴ്സ് ആണ്. ഇതിനെന്താ നിങ്ങള്? ഇത് നമ്മളിപ്പോ വന്നിരിക്കുന്നത് 50% ഓഫറാണ് ഇപ്പൊ ഉള്ളത്. നമ്മൾ എടുക്കുമ്പോ സമയത്ത് ഇത് നമ്മൾ ബ്രാൻഡ് ലെൻസ്, ഇപ്പൊ നമുക്ക് കൊഡാക്ക്, സ്വിസ്, മാട്രിക്സ് അങ്ങനെയുള്ള ബ്രാൻഡ് ലെൻസ് എടുക്കുമ്പോൾ നമ്മളിതിൽ 50% ഡിസ്കൗണ്ട്. ഏത് ലെൻസ് എടുത്താലും നമ്മൾ 50% ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രെയിമിനും. ഇത് കിഡ്സിന്റെ കളക്ഷനാണ് വരുന്നത്. കിഡ്സിന്റെ 2 പീസ് എടുക്കുകയാണെങ്കിൽ 99 ദിർഹംസേ ഉള്ളൂ വിത്ത് ഗ്ലാസ് അടക്കം. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 2 പേർക്ക് ഒരുമിച്ച് എടുക്കാം. 99 ദിർഹംസിൽ 99 ദിർഹംസിൽ 2 എണ്ണം വിത്ത് കമ്പ്യൂട്ടറിന്റെ പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ ലെൻസും കമ്പ്യൂട്ടർ നല്ല കളക്ഷൻ ആണ് വരുന്നത്. പെട്ടെന്ന് നമ്മൾ സൈഡ് പൊട്ടാനാണ് സാധ്യത. പക്ഷെ ഇത് ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട് അല്ലേ? അത് കറക്റ്റ് തന്നെ നമ്മൾ വരുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് പൊട്ടൊന്നുമില്ല. സാധാരണ പലയിടത്തും സൺഗ്ലാസസ് ലേഡീസിന് ഭയങ്കര കുറച്ച് കളക്ഷൻസിലേ ഉണ്ടാവുള്ളൂ. ഇവിടെ ലേഡീസിന് ഒരുപാട് കളക്ഷൻസ് കണ്ടു കേട്ടോ. അത് നല്ല ഓഫറിലാണ് ഇപ്പം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മിസ്സാക്കിയില്ല. പിന്നെ ഈ കോണ്ടാക്ട് ലെൻസിൽ കുറേ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ അവരെനിക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ ഞാൻ അവിടുന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പിയായി, കാരണം നല്ല അടിപൊളി സൺഗ്ലാസസ് എനിക്ക് നല്ല ഓഫറിൽ കിട്ടിയത്. പിന്നെ ഇത് ഇക്കാൻ്റെ ഫ്രണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ പോകാൻ നേരമാണ് ഞാൻ കണ്ടത്. അപ്പോൾ പണ്ട് മുതലേ ഉള്ള ഇക്കാൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അതിനിടയ്ക്ക് കുറേ വ്ളോഗൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത വ്ളോഗ്സിലൊക്കെ ഷെയർ ചെയ്യാൻ കേട്ടോ, എല്ലാം കൂടി ഒന്നിൽ കൊടുക്കുന്നില്ല. പിന്നെ ഇത് ഹിജാബിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെഹർ ഹിജാബ്സ് എന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള കുറച്ച് ഹിജാബ്സ് ആട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ മൊജ ഹിജാബൊക്കെ നല്ലത് എവിടെ നിന്ന് കിട്ടുക എന്നൊക്കെ. കുറേ കളക്ഷൻസ്, കുറേ കൊളാബ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് മെഹർ ഹിജാബ്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇപ്പോൾ എബോവ് 1000 റുപ്പീസിന് പർച്ചേസ് ചെയ്യുന്നവർക്ക് 10% ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. അവരുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മെഹർ 10 എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ്. വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യണം കേട്ടോ. അതുപോലെ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് അവർ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഹിജാബ്സൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും അവരുടെ പേജൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. നല്ല ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള പേജാണ് കേട്ടോ. അപ്പോൾ അത് കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന കാര്യമാണ്, ഹിജാബ്സൊക്കെ എവിടെ നല്ലത് കിട്ടുക, എങ്ങനെയാണ് വാങ്ങിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ത്രൂ വാങ്ങിച്ചോളൂ. ഞാൻ കുറേ കൊളാബ്സ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഹിജാബ്സിൻ്റെ. അപ്പോൾ ഇവരുടെ എന്ന് പറയുമ്പം പണ്ട് മുതലേ ഞാൻ ചെയ്യുന്നൊരു ബ്രാൻഡാണ് മെഹർ ഹിജാബ്സിൻ്റെ ഹിജാബ്സൊക്കെ. കുറേ ഒരുവിധപ്പെട്ട എല്ലാ ഹിജാബ് ബ്രാൻഡ്സും അവരുടെ അടുത്തുണ്ട്. കുറേ കളക്ഷൻസും കുറേ ഷെയ്ഡ്സും ഒക്കെ അവൈലബിളാണ്. സോ അവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും
പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ ഇട്ടിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പം ബൈ.